എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗൈഡിൽ നമ്മൾ സിലബസ് വൈസ് ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജുകൾ താഴെ കണ്ടു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ സംശയങ്ങളൊക്കെ തീർത്തിട്ടായിരുന്നു നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും കുട്ടികൾക്ക് സംശയങ്ങൾ തീർന്നില്ല അല്ലേ? താഴെ കുറേ കമൻറ്റുകളൊക്കെ കണ്ടു. നമ്മൾ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് VFA ബെഫ്കോ LD ഓക്കെ, ഇത് മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഓക്കെ. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അതായത് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിലും VFAയിലും ബെഫ്കോ LDയിലും കോമൺ ആയിട്ട് വരുന്ന സിലബസ് ആണ് കേരള ഹിസ്റ്ററി, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതെല്ലാം മെയിൻസിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, ഫസ്റ്റ് കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് സിലബസിലേക്ക് പോവുകയുള്ളൂ. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം എന്താണ് കോമൺ ആയിട്ട് നമുക്ക് എന്തിലേക്ക് വേണം? കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിലേക്കും VFAയിലേക്കും ബെവ്കോയിലേക്കും ഒക്കെ വേണ്ടതാണ്. അപ്പൊ ഈ ഓരോ ക്ലാസ്സും ഏതിനാണ്? പ്രിലിംസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മെയിൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ് ആണ്. ഈ തന്നിരിക്കുന്ന ഓരോന്നിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഓൾഡ് SCRTയും ന്യൂ SCRTയും 2021 to 2025 PYQ, ഇത് മൂന്നുമായിരിക്കും ഈ ഓരോന്നിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക. സൺഡേ നമ്മൾ ക്ലാസ്സുകൾ ലീവാണ് അല്ലേ? നിങ്ങൾക്ക് റിവിഷൻ ടൈം ആണ്. നമ്മൾ മൺഡേ ക്ലാസ് തുടങ്ങും. മൺഡേ ക്ലാസ് തുടങ്ങിയിട്ട് മൺഡേ ടു ഫ്രൈഡേ എന്ത് ചെയ്യും? മൺഡേ ടു ഫ്രൈഡേ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ തരും. അതേപോലെ സാറ്റർഡേ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് അല്ലേ? അപ്പൊ LGS ലെവലിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അത് LGS ലെവലില് പ്രിലിംസും മെയിൻസും അടിസ്ഥാനമാക്കി നടന്ന ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ സാറ്റർഡേ ദിവസം വർക്ക്ഔട്ട് ചെയ്യും. സൺഡേ എന്ത് ചെയ്യും? ഈ 5 ദിവസം എന്താണോ പഠിപ്പിച്ചത് അതേപോലെ സാറ്റർഡേ ഏത് എക്സാം ആണോ എഴുതിയത് അതിൽ നിന്നും ഒരു 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം എഴുതിയിട്ട് ആൻസർ താഴെ കമന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്ലാസ്സുകൾ കേട്ടോ. ഇങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ കേരള ഹിസ്റ്ററി ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞു. അതില് പുതിയ SCRTയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിലെ ഫസ്റ്റത്തെ ലെസൺ ഏതാണ്? അനീതിയിൽ നിന്നും നീതിയിലേക്ക്. അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന ലെസണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ലെസൺ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള ഹിസ്റ്ററിയിൽ 7th സ്റ്റാൻഡേർഡിൽ വരുന്ന പാർട്ട് 2ൽ വരുന്ന ഒരു ലെസൺ ആണ് ചരിത്രത്തിന്റെ ആധാരശിലകൾ. ഓക്കെ, ചരിത്രത്തിന്റെ ആധാരശിലകൾ. അപ്പൊ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് കംപ്ലീറ്റ് ചെയ്തു. ചരിത്രത്തിന്റെ ആധാരശിലകളിലെ പകുതിയും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇന്ന് ബാക്കി എടുക്കുന്നത് ഈ ലെസന്റെ ബാലൻസ്. ഓക്കെ, അതോടുകൂടി എന്തായത്? ന്യൂ SCRT കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഓൾഡ് SCRTയില് ലെസണിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാലൻസും എടുത്തിട്ട് ഓൾഡ് SCRT ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ചരിത്രത്തിന്റെ ആധാരശിലകളിലെ ലിഖിതങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം തരിസാപ്പള്ളി ശാസനങ്ങളും ജൂതശാസനവും പാലിയം ശാസനവും ഒക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ് അല്ലേ? അപ്പൊ തരിസാപ്പള്ളി ലിഖിതം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? കൊല്ലം ജില്ലയിൽ നിന്നാണ് കേട്ടോ. അതുപോലെ ജൂതശാസനം കണ്ടെത്തിയത് മട്ടാഞ്ചേരിയിൽ നിന്നാണ്. പാലിയം ശാസനം കണ്ടെത്തിയത് ആലപ്പുഴ. അപ്പൊ നമ്മൾ പാലിയം സത്യാഗ്രഹം ഒക്കെ പഠിക്കാറുണ്ട് അല്ലേ? അപ്പൊ അതും നമ്മൾ ആലപ്പുഴ പറയാറുണ്ട്. അപ്പൊ പാലിയം ശാസന ആലപ്പുഴ. ഓക്കെ ആണോ? അപ്പൊ ഈ 3 എണ്ണം പഠിച്ചു വെക്കുക. തരിസാപ്പള്ളി ലിഖിതം കൊല്ലം ജില്ലയിൽ നിന്നും, ജൂതശാസനം മട്ടാഞ്ചേരിയിൽ നിന്നും, പാലിയ ശാസനം ആലപ്പുഴയിൽ നിന്നും. വെരി ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കണം. ഇനി ഈ ശാസനങ്ങൾ, അതായത് ഈ ലിഖിതങ്ങളൊക്കെ ശേഖരിക്കലും അതിന്റെ ഒക്കെ സംരക്ഷണവും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് ആരാണ്? കേരള ആർക്കൈവ്സ് വകുപ്പാണ്. കേരള ആർക്കൈവ്സ് വകുപ്പാണ് ലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും ഒക്കെ നടത്തുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മളിവിടെ ലിഖിതങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കോട്ടകൾ പഠിക്കാനുണ്ട്. കോട്ടകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലെസണില് ബേക്കൽ കോട്ടയെ കുറിച്ചിട്ടും കണ്ണൂർ കോട്ടയെ കുറിച്ചിട്ടും പാലക്കാട് കോട്ട അതുപോലെ അഞ്ചുതെങ്ങ് കോട്ട, ഈ 4 കോട്ടകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഒരുപാട് കോട്ടകളൊക്കെ കാണപ്പെടുന്നുണ്ട്. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബേക്കൽ കോട്ടയെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. ബേക്കൽ കോട്ടയെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ 17ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഏത്? ബേക്കൽ കോട്ട. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബേക്കൽ കോട്ടയാണ്. കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ്. 2025 നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പള്ളിക്കര വില്ലേജ് ആണ്. ഓക്കെ ആണോ? ബേക്കൽ കോട്ട 17ാം നൂറ്റാണ്ടിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. കാസർഗോഡ് ജില്ലയിലാണ്. പള്ളിക്കര വില്ലേജിലാണ്. ഇനി നാണയങ്ങളെ
കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? ന്യൂമിസ്മാറ്റിക്സ് ആണ് അല്ലെ. നാണയങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? ന്യൂമിസ്മാറ്റിക്സ് ആണ്. പഴയ കാലത്ത് ഈ നാണയങ്ങളെയൊക്കെ എന്താണ്? കാശ് എന്നും ഇപ്പോഴും നമ്മൾ കാശ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പണ്ട് കാലത്തെ ഉള്ളതാണ് എന്ത്? പണത്തിന് ഈ നാണയങ്ങളെയൊക്കെ കാശ് എന്ന് പറയും, അതുപോലെ അച്ച് എന്ന് പറയും, പണം എന്ന് പറയും, അനന്തരായൻ പണം എന്ന് പറയും, സുൽത്താൻ കാശ് എന്നൊക്കെ പണ്ട് കാലത്ത് നാണയങ്ങളെ അറിയപ്പെട്ടിരുന്ന പേരാണ്. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് എന്നൊക്കെ. അതേപോലെ ഒരു പണത്തിന്റെ പേരാണ് വീരരായൻ പണം. ഇത് കുറച്ച് പ്രശസ്തി ആർജിച്ചതാണ്. കാരണം കോഴിക്കോട് സാമൂതിരിയുടെ കാലത്ത് നിലനിന്നിരുന്ന ഒരു പണമാണ് ഇത്, വീരരായൻ പണം. കോഴിക്കോട് സാമൂതിരി ഭരിച്ചിരുന്ന കാലഘട്ടത്ത് അന്ന് ആ കാലഘട്ടത്ത് നാണയങ്ങളൊക്കെ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? വീരരായൻ പണം എന്നാണ്. കാലഘട്ടം 1667 പഴയ വീരരായൻ എന്നും പുതിയ വീരരായൻ നിന്നൊക്കെ നാണയങ്ങളെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ വീരരായൻ പണത്തെ വിദേശീയർ, ഇപ്പൊ സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോടൊക്കെ വീരരായൻ പണം പുത്തനും പഴയതും ഒക്കെ അറിയപ്പെട്ടെങ്കിലും വിദേശികള് ഈ വീരരായൻ പണത്തെ എന്താ വിശേഷിപ്പിച്ചത്? പൊൻപണം എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നാണയങ്ങൾ, ഈ വീരരായൻ പണത്തില് എന്തൊക്കെയാണ് അടയാളങ്ങൾ ഉണ്ടായിരുന്നത്? നാമകുറി, ഓക്കെ, അതുപോലെ സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം, ഈ 3 അടയാളങ്ങളിലേക്കാണ് നാണയങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ സ്ലൈഡില് മുഴുവൻ എന്താണ്? നാണയങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാണയങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞു. പഴയകാലത്ത് കാശ്, അച്ച്, പണം, സുൽത്താൻ കാശ്, അനന്തരായൻ പണം എന്നൊക്കെ അറിയപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ കോഴിക്കോട് സാമൂതിരിയുടെ കാലത്ത് ചോദ്യം വരാം. ഓക്കെ, കോഴിക്കോട് സാമൂതിരിയുടെ കാലഘട്ടത്ത് അറിയപ്പെട്ടിരുന്ന നാണയം ഏതാണ്? വീരരായൻ പണമാണ്. വിദേശീയർ വീരരായൻ പണത്തെ വിളിച്ചത് എങ്ങനെയാണ്? പൊൻപണം എന്നാണ്. നൂറ്റാണ്ട് എപ്പോഴാ? 1667 വർഷം 1667 നാമകുറി അല്ലെ. നാണയങ്ങളിൽ എന്തൊക്കെ അടയാളങ്ങൾ ഉണ്ടായിരുന്നത്? നാമകുറി, അതുപോലെ സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം ഒക്കെ അതിൽ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ തളിക്ഷേത്രത്തില് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ് നടന്നിരുന്ന ക്ഷേത്രം ഏത് എന്ന് ചോദിക്കും. കലാസാഹിത്യം സംസ്കാര മേഖലയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. രേവതി പട്ടത്താനം പണ്ഡിത സദസ്സാണ് കേട്ടോ. ഇതെന്താണ്? ഒരു പണ്ഡിത സദസ്സാണ് രേവതി പട്ടത്താനം. തളിക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. തളിക്ഷേത്രത്തിലാണ് രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടന്നത്. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ്. ഇനി പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാനപ്പെട്ട യുദ്ധ കേന്ദ്രം ഏതാണ്? മിഷ്കൽ പള്ളിയാണ്. പോർച്ചുഗീസുകാർക്കെതിരെയാണ് കേട്ടോ. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള കോഴിക്കോട് സാമൂതിരിയുടെ പ്രധാനപ്പെട്ട യുദ്ധകേന്ദ്രം മിഷ്കാൽ പള്ളിയാണ്. അതേപോലെ കോഴിക്കോട് പോർച്ചുഗീസുകാര് 1513 ദേവമാതാ കത്തീഡ്രൽ സ്ഥാപിച്ചു. ഓക്കെ, കോഴിക്കോട് പോർച്ചുഗീസുകാര് 1513 കോഴിക്കോട് പോർച്ചുഗീസുകാര് ദേവമാതാ കത്തീഡ്രൽ. ഓക്കെ, പിന്നെ കരിമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡിലാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. സിനഗോഗ് കൊച്ചിയാണ്. ബാഗൻ ട്രാജഡി സ്മാരകം മലബാറാണ്. ഓൾ പിക്യു. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ, ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. നമ്മൾ നേരത്തെ ഏത് കോട്ടയാ പറഞ്ഞത്? ബേക്കൽ കോട്ട അല്ലെ. ബേക്കൽ കോട്ടയെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? 17-ാം നൂറ്റാണ്ടിലാണ്, കാസർഗോഡ് ജില്ലയിലാണ്, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. പിന്നെ പള്ളിക്കര വില്ലേജിലാണ് എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ ചന്ദ്രഗിരി കോട്ടയും കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. സിനഗോഗ് കൊച്ചിയാണ്. വാഗൺ ട്രാജഡി സ്മാരകം മലബാർ. ഇനി 2025 ഈ അടുത്ത് നടന്ന എക്സാമിന് ചോദിച്ച ഓർമ്മയുണ്ടോ ക്വസ്റ്റ്യൻസ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതിൽ കണ്ടതാണ് അല്ലെ. കോകില സന്ദേശം എന്നതിൽ ഏതിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. കോഴിക്കോടിനെ കുറിച്ചിട്ട് അല്ലെ. കോഴിക്കോടിനെ അങ്ങനെയാണ് ചോദിച്ചത് അല്ലെ. കോഴിക്കോടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് എന്ന് ചോദിച്ചിട്ട് താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. കോകില സന്ദേശം ഈ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചത് കൊണ്ടാണത്രേ കടലമ്മ ദീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നു കൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടി കോഴിക്കോട്ട് എത്തിച്ചിരുന്നത്. കോഴിക്കോട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതിലാണ്? കോകില സന്ദേശം. കാക്ക എന്നുള്ളതിൽ കണക്ട് ചെയ്യാം കേട്ടോ. കോഴിക്കോട് കേട്ടോ, കോകില സന്ദേശം. ഇനി കോകില സന്ദേശത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 15-ാം നൂറ്റാണ്ടിലാണ്. കോഴിക്കോടിനെ കുറിച്ചിട്ടാണ്. ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് കോകില സന്ദേശം രചിച്ചത്. ഒരു സംസ്കൃത സന്ദേശ കാവ്യമാണ്. എന്തൊക്കെയാണ് കോകില സന്ദേശത്തെ കുറിച്ചിട്ട്? ഒന്ന്, 15-ാം നൂറ്റാണ്ടിൽ. 15-ാം നൂറ്റാണ്ടിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരും. 15-ാം നൂറ്റാണ്ടിലാണ്. കോഴിക്കോടിനെ കുറിച്ചിട്ടാണ് കോകില സന്ദേശം രചിച്ചത് ആരാ? ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. ആരാണ്? ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. ഇതൊരു സംസ്കൃത സന്ദേശ കാവ്യമാണ്.
ചിലപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെ വരാം? ഉദ്ദണ്ഡ ശാസ്ത്രകൾ രചിച്ച സംസ്കൃത സന്ദേശ കാവ്യം ഏത് എന്ന് ചോദിച്ചാൽ കോകില സന്ദേശമാണ്, കോഴിക്കോടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി നമ്മുടെ കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെ കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുംതൊകൈ, നറ്റിണൈ. ഈ 5 പഠിച്ചു വെക്കണേ. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെ കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുംതൊകൈ, നറ്റിണൈ. അതേപോലെ 12 നൂറ്റാണ്ട് 12 to 15 നൂറ്റാണ്ടിന്റെ ഇടയിലാണ് മണിപ്രവാള കൃതികൾ ട്ടോ. മണിപ്രവാള കൃതികൾ കാണപ്പെടുന്ന നൂറ്റാണ്ട് ഏതാണ്? 12 to 15 നൂറ്റാണ്ടിലാണ്. എന്താണ് ഈ മണിപ്രവാള കൃതികൾ എന്ന് പറയുന്നത്? നാടുവാഴി വ്യവസ്ഥകളെ കുറിച്ചിട്ടും അതുപോലെ അവിടെയുള്ള സംസ്കാരത്തെ കുറിച്ചിട്ടും ഒക്കെ പ്രതിപാദിക്കുന്നത് മണിപ്രവാള കൃതികളിലാണ്. മണിപ്രവാള കൃതികളിൽ ആസ്പദമാക്കിയിട്ടുള്ള വിഷയങ്ങൾ എന്താണ്? നാടുവാഴി വ്യവസ്ഥ, നാടുവാഴി വ്യവസ്ഥകളെ കുറിച്ചിട്ടും അവിടെ നിന്നിരുന്ന സംസ്കാരങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് 12, 15 നൂറ്റാണ്ട്, 12 to 15 കേട്ടോ. ഈ 12, 13, 14, 15 അല്ലെ, ആ നൂറ്റാണ്ടിന്റെ ഇടയിലാണ് ഈ മണിപ്രവാള കൃതികൾ കാണാൻ കഴിയുക. അതേപോലെ വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് വടക്കൻ പാട്ടുകൾ. മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് വടക്കൻ പാട്ടുകൾ. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ദുലേഖ ആരുടേതാണ്? ചന്തുമേനോന്റേതാണ് അല്ലെ. എന്താണ് ഇന്ദുലേഖയിൽ പ്രതിപാദ്യ വിഷയം എന്താണ്? ചന്തുമേനോന്റേതാണ് ഇന്ദുലേഖ. ആ ഇന്ദുലേഖയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ്? മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെ കുറിച്ച് വെളിച്ചം വീശുന്നതാണ് ഏത്? ചന്തുമേനോന്റെ ഇന്ദുലേഖ. ഇനി ഇതേപോലെ നമ്മുടെ പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിന്റെ ഒരു സഞ്ചാരക്കുറിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് മുഴുവൻ ടൈപ്പ് ചെയ്ത് കയറ്റാന്ന് പറയുമ്പോൾ ഒരു ശാശ്വതമായ കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ ഇട്ട് തന്നത് കേട്ടോ. പേർഷ്യൻ സഞ്ചാരി, ചിലപ്പോൾ ഫസ്റ്റ് എന്തെങ്കിലും ഒരു 2 ലൈൻ തന്നിട്ട് ഇത് ആരുടെയെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിന്റെ കേട്ടോ. പേർഷ്യൻ സഞ്ചാരിയാണ് ആര്? അബ്ദുൾ റസാഖ്. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കച്ചവട കപ്പലുകളിൽ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തി വരുന്നു. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ്. കമ്പോളത്തിൽ എത്തിക്കുന്ന ചരക്കുകളുടെ 40-1 ഭാഗം ചുങ്കമായി കൊടുക്കണം. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ ആ ചരക്കുകളെ സംബന്ധിച്ച യാതൊരു കൃത്രിമവും ഉണ്ടാവുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ്. ഇവിടുത്തുകാർ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ്. പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിന്റെ സഞ്ചാരക്കുറിപ്പാണ് കേട്ടോ. അതായത് ഇവിടെ ശ്രദ്ധിക്കണേ, 15-ാം നൂറ്റാണ്ടില് കോഴിക്കോട് വന്ന പേർഷ്യൻ സഞ്ചാരി ആരെ എന്ന് ചോദിച്ചാൽ അബ്ദുൾ റസാഖ് ആണ് കേട്ടോ. കോഴിക്കോട് തുറമുഖത്തെ കുറിച്ച് പറയുന്ന വിവരണമാണിത്. ചിലപ്പോൾ 1-2 ലൈന് തന്നിട്ട് ഏത് തുറമുഖത്തെ കുറിച്ചിട്ടാണ് ഇവിടെ വിവരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് തുറമുഖത്തെ കുറിച്ചിട്ടാണ്. പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിന്റെ നിർവചനമാണ് 15-ാം നൂറ്റാണ്ടിൽ. നെക്സ്റ്റ് വൺ, കേരളത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരി. അപ്പൊ നമ്മൾ പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ മെഗസ്തനീസ് നമ്മൾ കേൾക്കുകയാണ്. അദ്ദേഹം ഏത് രാജ്യമാണ്? ഗ്രീസ് ആണ്. സുലൈമാൻ ആൻഡ് അബ്ദുൾ റസാഖ് പേർഷ്യ കേട്ടോ. സുലൈമാൻ ആൻഡ് അബ്ദുൾ റസാഖ് പേർഷ്യ. മാർക്കോ പോളോ വെനീസുകാരനാണ്. ഇബ്നു ബത്തൂത്ത മൊറോക്കോ. നിക്കോളോ കോണ്ടി വെനീസ്. മാഹ്വാൻ ചൈന. ബാർബോസ പോർച്ചുഗൽ. ചിലപ്പോൾ ചേരുമ്പടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നോക്കണേ, നിങ്ങൾക്ക് പ്രാചീന ഹിസ്റ്ററി ഇല്ലെങ്കിലും ബൈ ചാൻസ് കലാസാഹിത്യ മേഖലകളിൽ ചോദിച്ചാൽ ചോദ്യങ്ങൾ വരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. മെഗസ്തനീസ് ഓക്കെ, കേട്ടോ, നിസ് ഗ്രീസ് കണക്ട് ചെയ്തോ. സുലൈമാനും അബ്ദുൾ റസാഖും പേർഷ്യ. മാർക്കോ പോളോ വെനീസ്. ഇബ്നു ബത്തൂത്ത മൊറോക്കോ. നിക്കോളോ കോണ്ടി വെനീസ്. മാഹ്വാൻ ചൈന. ബാർബോസ പോർച്ചുഗൽ. അതേപോലെ നമ്മുടെ തകഴിയുടെ ആത്മകഥയാണ് ഇത്. ആത്മകഥ കേട്ടോ. തകഴിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ. ഇനി കോഴിക്കോടിന്റെ പഴയ പേരെന്താണ്? കോയിൽക്കോട്ട കേട്ടോ. കോഴിക്കോടിന്റെ പഴയ പേരെന്താണ്? കോയിൽക്കോട്ട എന്നാണ് കോഴിക്കോടിന്റെ പഴയ പേര്. അതേപോലെ ഒരു പാരഗ്രാഫില് ഉപ്പ് നിയമം ലംഘിച്ചത് കൊടുത്തിട്ടുണ്ട്. 1930 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മെയ് 17 1930 മെയ് 17-ാം തീയതിയാണ് വഞ്ചനാവലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായിട്ട്
കോഴിക്കോട് കടപ്പുറത്ത് കേട്ടോ, കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പൊ ഉപ്പ് നിയമം കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് അല്ലെ, ഉപ്പിന്മേല് നികുതി ചുമത്തിയിട്ട് അല്ലെ. അപ്പോ അത് എപ്പോഴാണ് ഉപ്പ് നിയമം ലംഘിച്ചതെന്ന് ചോദിച്ചാൽ 1930 ആണ്, മെയ് 17. മെയ് 17 ഡേറ്റ് ആൻഡ് മാസം നോക്കണം കേട്ടോ. 30 മെയ് 17 മെയ് 17 എത്രയാണ്? 27 സ്ഥലങ്ങളിലായിട്ട് അല്ലെ, 27 സ്ഥലങ്ങളിലായിട്ട് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ടാണ് ഉപ്പ് നിയമം ലംഘിച്ചത് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അതേപോലെ ഇതൊന്ന് വായിച്ചു തരാം കേട്ടോ ഞാൻ. 1930 മെയ് 17 വഞ്ചലാവനിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താല്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വോളണ്ടിയർമാരും കൂടെ ചേർന്നു. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി. ഉപ്പ് ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അവർ കയ്യിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വതന്ത്ര സമര പതാക പോലീസിൽ നിന്ന് സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുറഹ്മാൻ സാഹിബും ഐതിഹാസികമായ പ്രതിരോധമാണ് നടത്തിയത്. ചോദ്യം വരാം, 1930 മെയ് മാസം 17 ഉപ്പ് നിയമം ലംഘിച്ചു കോഴിക്കോട് അല്ലെ. ആ ലംഘിക്കുന്ന സമയത്ത് ചോദിക്കാം, ഐതിഹാസികമായ പ്രതിരോധം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആര് എന്ന് ചോദിച്ചാൽ പി കൃഷ്ണപിള്ളയും അബ്ദുറഹിമാൻ സാഹിബും. പി കൃഷ്ണപിള്ള ആൻഡ് അബ്ദുറഹിമാൻ സാഹിബ്. ഇനി ഉണ്ണുനീലി സന്ദേശത്തില് ഈ എന്താണ്, ഈ നെല്ലുകൾ ഉണ്ടല്ലോ, നെല്ല്, ഇപ്പൊ നമ്മൾ നെല്ല് എന്ന് പറയും. ഈ നെല്ലിന്റെ വിവിധ പേരുകൾ, ഓരോരോ പേരിലായിട്ട് നെല്ല് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂരൻ, അതുപോലെ ചോഴൻ, പഴവരി, കുറക്കൊങ്ങണം, വെണ്ണക്കണ്ണൻ, മോടൻ, കാടൻ, കുറുവ, കൊടിയൻ, പങ്കി, പൊങ്കാളി, ചെന്നൽ, ആനക്കോടൻ, കിളിയിറ. ഓക്കെ, അങ്ങനെ ഇതൊക്കെ എന്താണ് കണ്ടോ, നെല്ലു കല്യാണ കീർത്തി. ഉണ്ണുനീലി സന്ദേശത്തിലാണ് ചിലപ്പോ ചോദ്യം വരാം ഇല്ലേ. ഇപ്പൊ കൊടിയൻ, ഉണ്ണുനീലി സന്ദേശത്തില് പ്രതിപാദിക്കുന്ന കൊടിയൻ എന്തിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് ചോദിച്ചാൽ നെല്ലാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഇതൊക്കെ എന്താണ്, പഴയ കാലത്ത് നെല്ലിനെ കുറിച്ചിട്ടുള്ള പഴയ പല പേരുകളാണ്. ഏതിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഉണ്ണുനീലി സന്ദേശത്തിലാണ് കേട്ടോ, ഉണ്ണുനീലി സന്ദേശത്തിലാണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മള് ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന ലെസണും എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ചരിത്രത്തിന്റെ ആധാരശിലകൾ കഴിഞ്ഞു. അതുപോലെ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന പുതിയ SSCRTയിലെ ചോദ്യങ്ങൾ ഫുള്ളും കേട്ടോ. നിങ്ങൾ ഇനി ആ ലെസൺ എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയില്ല. ഓരോ ലെസണും വായിച്ച് ാണ് നിങ്ങളുടെ മുന്നിൽ ക്ലാസ്സുകൾ എത്തിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓൾഡ് ന്യൂ കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത് ഓൾഡ് ചെയ്യണം. ഓൾഡ് കേരള ഹിസ്റ്ററി കഴിയണം. വേഗം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം 2021-2025 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ കേരള ഹിസ്റ്ററിയിൽ നിന്നും ചോദ്യങ്ങൾ വന്നോ, LGS നിലവാരത്തിലും അതേപോലെ 10ാം ക്ലാസ് നിലവാരത്തിലും +2 നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലും ഒക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നോ അതെല്ലാം നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് മുന്നോട്ട് പോകാനും ക്ലാസ്സുകൾ ചെയ്യാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാകുള്ളൂ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒക്കെ ഇനേബിൾ ചെയ്തിടുക. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടെ സപ്പോർട്ട് ചെയ്യും, ക്ലാസ് വേണം പറഞ്ഞ് ഒരുപാട് കമന്റ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ എത്രത്തോളം കാണുന്നുണ്ട് എന്നും ഇവരൊക്കെ ലാസ്റ്റ് വരെ ഉണ്ടോ എന്നും ഒക്കെ ഞാൻ ശ്രദ്ധിക്കും. അപ്പൊ എല്ലാവർക്കും സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ്. താഴെ വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടായ പ്രവർത്തനത്തിലൂടെ തന്നെ അടുത്ത എന്ത് ചെയ്യാം, നല്ലൊരു എന്താണ് ഈ പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.